ചേട്ടൻ ഇത് കുറെ ആയിട്ട് പറയുന്നുണ്ടല്ലോ. ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി പറ, എന്തിനാണ് പ്ലാൻ? അയാൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് വൈകുന്നേരം ജിമ്മി വരും. ഫുൾ ബോഡി, ആബ്സ്, പിന്നെ ലെഗ് അങ്ങനെയാണ് പോണെങ്കിൽ ഇന്ന് അയാള് കൃത്യമായിട്ട് ഡെഡ് ലിഫ്റ്റ് എടുക്കും. ഒരാൾ ഡെഡ് ലിഫ്റ്റ് എടുത്താൽ അയാൾക്ക് അന്ന് നല്ല ക്ഷീണമായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓനെന്ന് ജിമ്മിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും വരിക. അപ്പം നമുക്ക് ഓനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. പക്ഷെ അപ്പോഴവിടെ ഒരു കല്ലുകടിയുണ്ട്. ട്രെയിനർ അത് വേണേ ഞാൻ മാനേജ് ചെയ്യാം. പോണം. വടി ഞങ്ങളെ പൈസ ഇടാ. ഒന്ന് പോടി. ചുമ്മാ സീനാക്കാൻ നിൽക്കണ്ട. ഞങ്ങളുടെ പൈസ തരാതെ ഞങ്ങൾ പോവില്ല. സാർ, ന്യൂ ജോയിനി ആകാൻ താല്പര്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് മസിലേക്ക് എന്തിനാണ് ചെയ്യേണ്ടത്? മസിൽ രണ്ടെണ്ണത്തിന് എഴഞ്ഞു പോണോ ഇവിടുന്ന്? മര്യാദക്ക് എന്റെ കയ്യിൽ നിന്ന് മേടിക്കാത്ത പോടി. ഇനി ഡെഡ് ലിഫ്റ്റ് അടിച്ചിട്ട് കോണ അടിക്കുന്നോടാ. ഡെഡ് ലിഫ്റ്റ് എടുത്ത ഡെഡ് ആവുന്നു. എന്നോട് ആരാ പറഞ്ഞേ? വാടി. നിനക്കിറങ്ങി ഓടാൻ പാടില്ലായിരുന്നോ? നിനക്കൊരു കമ്പനിക്ക് ഇനി എന്താ പ്ലാൻ? പ്ലാൻ ബി. വാടാ വാ. അപ്പൊ താൻ പറഞ്ഞു എടുത്താൽ തന്നെ ആംബ്ലൻസിലേക്ക് തോപ്പിക്കുന്നാണ്. പേടിച്ചു പോയാ? ചുമ്മാ പറഞ്ഞ്. ഞാൻ ഒരു മാച്ചൊക്കെ വെക്കുമ്പോ എനിക്കും കൂടി പറ്റിയ ഒരാളായിട്ടേ വെക്കാറുള്ളൂ. പോരാ. ഓഹോ, അപ്പൊ നമുക്കൊന്ന് പിടിച്ചു നോക്കിയാലോ? വെറുതെ വേണോ? ഒരിക്കൽ കൂടി വേണോ? മോനെ വാശിയൊക്കെ നല്ല കൈയൊടിഞ്ഞു പോകും. വൺസ് മോർ.
കഴിഞ്ഞ നിന്റെ പരാക്രമം. നിനക്കൊക്കെ എന്താടി വേണ്ടത്? എനക്ക് വേണ്ടതോ? എനക്ക് വേണ്ടതല്ല, ഞങ്ങൾക്ക് വേണ്ടത്. അത് നീ തരാൻ മടിച്ചത് അതേറെ കൊതി. നിർത്തടി. അയ്യോ, അതെങ്ങനാടാ? നമ്മൾ 3 പേരും കൂടെ പരിപാടി തുടങ്ങിയിട്ട് നീ മാത്രം അങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത്? ചതി, വഞ്ചന, തട്ടിപ്പ്, ഇതൊക്കെ നമ്മൾ ഒരുമിച്ച്. കാശ് മാത്രം അങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന ഒരുമാതിരി പരിപാടിയല്ലടാ. അങ്ങനെ ഒരാൾ കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പൈസ എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ പറയല്ലേ, ഞാൻ ഉണ്ടല്ലോ. നിനക്ക് അത്ര ഉറപ്പാണെങ്കിൽ സാരില്ല, കൊടുക്ക്. സിബിയേട്ടനല്ലേ ചോദിച്ചേ? പണയം വെച്ചോ. വീട്ടില് അച്ഛരേണ്ട അടുത്താ. പോരേല് പിന്നെ വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ആരും അളന്മാരൊന്നും എടുത്ത് നോക്കാൻ പോടില്ല. നിങ്ങൾ കാര്യം നടക്കട്ടെ സിബേട്ടാ. ഇവന്റെ കരച്ചില് ഭയങ്കര ഓവറാണല്ലോ. ഡൗട്ടാവോ? ഈ കൊത്തുപീടി ഉള്ളവരൊന്നും ഒന്നും കിട്ടിയാ മതിയാണ്. പറയടാ, പൈസ എവിടെ? പറഞ്ഞില്ലേ നിന്റെ അണ്ണ? പൈസ എൻ്റെ ഉണ്ട്. നിനക്കൊക്കെ തന്നെ വേണ്ടി തരായിരുന്നേ. അതങ്ങനെ നിനക്കൊക്കെ ആ അമ്പേടനോടല്ലേ കൂറ്. കഷ്ടപ്പെടുന്ന മൊത്തം നമ്മൾ കിട്ടുന്നതിന്റെ 3/4 ഭാഗം അങ്ങേർക്ക്. എത്ര നാളെ നക്കാപ്പിച്ച കാശ് വേണ്ടി നമ്മൾ കിടന്നോടും. നീ എന്തൊക്കെ പറഞ്ഞാലും അമ്പിയണ്ണനാണ് നമ്മളെ ഈ തൊഴിലേക്ക് കൊണ്ടുവന്നത്. കാശ് എന്റെ ഫ്ലാറ്റിലുണ്ട്. നീ കെട്ടഴിച്ചു കൊടുത്തേ. മിണ്ടാതെ കിടക്കടാ. അമ്പിയണ്ണനായിരിക്കും. നീയാ? നിങ്ങൾ എന്തൊരു പരിപാടി കാണിച്ചത്? ആ ജിമ്മിന്ന് എന്നോട് ഒരു വാക്കും പറയാതെ ഇങ്ങോട്ട് വന്നല്ലേ? കൊള്ള. ആ ഇവിടെ ഉണ്ടോ? നീ അങ്ങോട്ടേ കയറി വരുന്നു. അകത്തോട്ട് വന്ന് ഇവനെ കിട്ടിയ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എന്തോ ഇത് കെട്ടിയൊക്കെ വെച്ചിരിക്കണ്? പിടിച്ചിടിച്ചാടേ. നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു വന്നെയാണ്. എന്നിട്ട് പിടിച്ച് ഇടിച്ചിരിക്കുന്നു. ഇതൊരു വള്ളിയല്ല. അതന്നെ എനിക്കും പറയാനുള്ളത്. വള്ളി തന്നെ. ഡേയ്, പൈസയൊക്കെ സേഫ് അല്ലേ? ഇവർക്ക് കൊടുത്തില്ലല്ലോ. നീ എന്തോ ഇവരെ പറ്റിച്ചെന്നൊക്കെ പറഞ്ഞു. ഓവറാക്കണ്ട, പോ നോക്ക്. അമ്പിയണ്ണനോട് വിളിച്ച് പറയാല്ലേ? അമ്പിയണ്ണ അറിയട്ടെ. നീ അമ്പയണ്ണനെ വിളിച്ചേ. നിങ്ങൾ എന്തിനു വിളിക്കാൻ പോണ? ഞാൻ വിളിക്കാൻ പോണ അമ്പിയണ്ണന്. അറിയട്ടെ. ഇവനെ വിട്ടെന്ന് അമ്പിയണ്ണാണ് പറഞ്ഞ് ഇവരെ സഹായിക്കണമെന്നൊക്കെ. ഹലോ, ആ അമ്പിയണ്ണ, ദേ ഞാൻ അപ്പോഴേ പറഞ്ഞു പിള്ളേർ വള്ളിയാണെന്ന്. ദേ പിടിച്ച് ഇടിച്ചിരിക്കുന്നു. ഇപ്പൊ എന്നോട് ഇറങ്ങിപ്പോവാനൊക്കെ പറയണ്. ഞാൻ എന്തിനാണ്? എന്നാച്ച്? ഇവര് പറഞ്ഞാലും അമ്പിയണ്ണൻ പറയൂലല്ലേ എന്നോട് ഇറങ്ങിപ്പോവാൻ. അല്ലേ അമ്പി? ஆமா சார். நான் எப்படி சார் சொல்ல முடியும்? பசங்க தெரியாம சொல்லிட்டாங்க சார். மன்னிச்சிருங்க சார். പ്ലീസ് സാർ, മട്ടറാതി സാർ, പഠിച്ചിരിക്കും സാർ. ഒരു അമ്മ കടയിൽ പോയി ഒരു ഡസൻ വള വാങ്ങി. വളയുടെ നിറമെന്ത്? കറുപ്പ് സാർ. കറുപ്പ്. എന്റെ പൈസ എവിടെ അമ്പി? എനിക്ക് தெரியாது സാർ. എന്നെ അമ്മാച്ചാത്ര പസങ്ങളെ എടുത്തിട്ട് പോയിട്ടാ സാർ. എനിക്കെന്റെ പൈസ വേണം അമ്പി. നിന്റെ കിഡ്നി അറുത്ത് ഞാൻ വിൽക്കും. എന്നാലും തികയില്ലല്ലോ അമ്പി. ഫോൺ അടിക്കുന്നത് സാർ. അമ്പിയണ്ണ, ഞാനാ. ഞങ്ങൾക്കേ ഒന്ന് ഹൈഡ് അടിക്കേണ്ടി വന്നു. ആ ലാസ്റ്റ് പണി കുറച്ച് സീനായി. അതിൻ്റെ ഇടയ്ക്ക് പന്ന പുന്നാര മോൻ പൈസയും കൊണ്ട് മുങ്ങി. അവന്റെ പാസ്പോർട്ട് പക്ഷെ ഞങ്ങളുടെ കയ്യിലായിരുന്നു. അതുകൊണ്ട് അവൻ ഫേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കൊച്ചിയിലേക്ക് തന്നെ കയറി. അമ്മേണ്ണൻ കാശ് അവന്റെ കയ്യിലാണ്. അവൻ എങ്ങനെയൊന്നും സ്കെച്ചിട്ട് തന്നാ ഞങ്ങൾ എന്തായാലും മേടിച്ചത്. அம்மா, நான் ஒருத்தரை அனுப்பி விடுறேம்மா. அவரு ஸ்கெச் பண்ணி தருவாருமா உனக்கு எல்லாம். சரி சரி.
ആളെ എടുക്കുമ്പോ സൂക്ഷിച്ചെടുക്കണ്ടേ അമ്പി. ഈ കൊച്ചിയിൽ ജോബ് കൺസൾട്ടൻസി, വിസ ഏജൻസി എന്നൊക്കെ പറഞ്ഞ് ഓരോ കമ്പനിയും തുടങ്ങി അതിൽ നിന്നൊക്കെ പറ്റിക്കാൻ പറ്റിയ ആൾക്കാരുടെ അഡ്രസ്സും കണ്ടുപിടിച്ച് നിനക്കൊക്കെ വണ്ടിക്കൂലിയും തന്നു വിടുന്നത് ആരെന്ന് വിചാരിച്ച്? അത്തോലിമ്പൻ അമ്പീന്ന് അല്ല, ഞാനാണ്. എനിക്ക് ഒറ്റയ്ക്കിറങ്ങി പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് നിന്നെപ്പോലെ ഓരോന്നിനെ തപ്പി കണ്ടുപിടിച്ച് ആ ജോലിയും കൂലിയില്ലാത്ത അമ്പിയെ കൊണ്ട് ട്രെയിനിങ്ങും തന്ന് പറ്റിക്കാൻ വിടുന്നു. അപ്പം നിനക്കൊക്കെ മൂട്ടിക്കാടി എല്ലാം കൂടി ഒറ്റയ്ക്ക് കമത്തണം. ഫേക്ക് പാസ്പോർട്ട് ലാഗായല്ലേ? ലാഗാവും, കാരണം ആ പണി നമ്മളാണല്ലോ. പക്ഷെ നിന്റെ മറ്റേ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രീമിയം ഗേൾ, ജിമ്മ്, ബൾക്ക് എമൗണ്ടാണ് ലക്ഷ്യം. കൊള്ള. പക്ഷേ ഇനി ഈ കളിയിൽ നീ വേണ്ട. വിശ്വാസത്തിൻ്റെ കളിയല്ലേ മോനെ. അതിപ്പോ പ്രേമമായാലും ഫ്രണ്ട്ഷിപ്പായാലും ബിസിനസ് ആയാലും വിശ്വാസം പോയതാ. എന്താ പ്ലാൻ ദേ കൊച്ചിയല്ലേ മുന്നിൽ കിടക്കുന്നത്. നമുക്ക് പ്ലാൻ പണിയാം. ശരിക്കും നിങ്ങളുടെ പേരെന്താ?